ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ നയിക്കുന്ന വിമോചനയാത്ര ഇന്ന് കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തും. കാസർഗോഡ് ഉപ്പളയിൽ കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡുവാണ് ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തത്. പുതിയ കേരളം സംശുദ്ധ രാഷ്ട്രീയം എന്ന മുദ്രാവാക്യമുയർത്തിയുള്ള ജാഥ ഫെബ്രുവരി 10-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ നയിക്കുന്ന വിമോചനയാത്ര 2ാം ദിവസത്തിലേക്ക് കണ്ണൂർ ജില്ലയിലെ 7 മണ്ഡലങ്ങളിലാണ് ഇന്ന് പര്യടനം. പിലാത്തറയിൽ നിന്നാരംഭിച്ച് ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ നടുവിൽ, തളിപ്പറമ്പ്, മയ്യിൽ, അഴീക്കോട്, പുതിയതെരു, കണ്ണൂർ ടൗൺ, ധർമ്മടം, പിണറായി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം തലശ്ശേരിയിൽ സമാപിക്കും. കാസർഗോഡ് ജില്ലയിലെ പര്യടനത്തിന് ശേഷം പയ്യന്നൂർ ജില്ലാ അതിർത്തിയിൽ നേതാക്കൾ ചേർന്ന് ജാഥയെ സ്വീകരിച്ചു. ബി.ജെ.പിയുടെ വികസന ആശയങ്ങളിലൂന്നി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഓരോ യോഗങ്ങളിലും കുമ്മനം ജനങ്ങളുമായി സംവദിക്കുന്നത്. നിങ്ങളെല്ലാവരും ചേർന്ന ഒരു ദക്ഷിണത നമ്മുടെ മഹാത്മാക്കൾ അടൽ ബിഹാരി വാജ്പേയി, പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായി, ശ്രീ നരേന്ദ്രമോദിയും ഒക്കെ പടുത്തുയർത്തിയ പ്രസ്ഥാനത്തിന് നിങ്ങളൊരു ദക്ഷിണ കൊടുക്കണം, ഒരു MLA കൊടുക്കണം. എന്താ പറ്റുമോ? ഒറ്റ ചോദ്യം. ബി.ജെ.പിക്കെതിരെ ഇടതു വലത് മുന്നണികളിൽ നിന്നും ഉയർന്നുവന്ന ആരോപണങ്ങൾക്ക് വിശദീകരണം നൽകാനും ജാഥയിൽ നേതാക്കൾ വേദിയാക്കി. KV ബൈജു, റിപ്പോർട്ടർ, കാസർഗോഡ്.